Hi friends, welcome to my notebook. So today നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ടോപ്പിക്കിലെ ബയോളജിയിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് ഈ വീഡിയോ. അപ്പോൾ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് എക്സാമിനും അങ്ങനെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനും ബേസ് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിയുടെ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് നോക്കാം. Father of biology, Aristotle. The term biology was first coined by Lamarck. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അരിസ്റ്റോട്ടിലിന് ഫാദർ ഓഫ് ബയോളജി എന്ന് പറയുന്നത് പോലെ തന്നെ ഫാദർ ഓഫ് സുവോളജി എന്നും പറയാറുണ്ട്. ആൻഡ് ദ ടേം ബയോളജി, ഈ ടേം ബയോ എന്നും ലോജി എന്നും ഉള്ള രണ്ട് ഇതിൽ നിന്നാണ്. ബയോ മീൻസ് ലൈഫ് ആൻഡ് ലോജി അതെന്ന് പറയുന്നത് റിലേറ്റഡ് ടു സ്റ്റഡി എന്നാണ്, സ്റ്റഡി ഓഫ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ലൈഫിനെ പറ്റിയുള്ള സ്റ്റഡി അതിനാണ് ബയോളജി എന്ന് പറയുന്നത്. ആൻഡ് ആ ബയോളജി എന്ന ടേം കോയിൻ ചെയ്തത് ലാമാർക്കാണ്. ആൻഡ് ഫാദർ ഓഫ് സുവോളജി എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിലാണ്. ദെൻ ദ ലിവിങ് ബീയിങ്സ് വെയർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ലിവിങ് ബീയിങ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, മെയിൻലി പ്ലാന്റ്സും ആനിമൽസും ആണ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തതും അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഇനി ദ ആനിമൽസ് വെയർ ക്ലാസിഫൈഡ് ഇൻ ടു ആനിമൽ വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. അങ്ങനെ ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡും വിത്തൗട്ട് റെഡ് ബ്ലഡും അങ്ങനെ ക്ലാസിഫൈ ചെയ്തതും അരിസ്റ്റോട്ടിൽ ആണ്. ദ ഫേമസ് ബുക്ക് ഓഫ് അരിസ്റ്റോട്ടിലാണ് ഹിസ്റ്ററി ഓഫ് ആനിമൽസ്. ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് ഫേമസ് ബുക്ക് ഓഫ് അരിസ്റ്റോട്ടിലാണ്. ഇനി ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ്. ദ ഫേമസ് ബുക്ക് ഓഫ് തിയോഫ്രാസ്റ്റസ് ആണ് ഹിസ്റ്റോറിയ പ്ലാന്റം എന്നാണ് ഫേമസ് ബുക്ക് ഓഫ് തിയോഫ്രാസ്റ്റസ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഫാദർ ഓഫ് ബോട്ടണിയാണ്. ബോട്ടണി ഈസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് plants ആണ്. ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റി, ഓക്കെ, അതിനെപ്പറ്റി പറയുന്നത് അല്ലെ ജീവൻ്റെ ഉൽപ്പത്തിയെ പറ്റി പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖ, സയൻസ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ബയോജെനസിസ് ആണ്. ഓക്കെ, ദെൻ ദ ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം, ലൈഫ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. വാട്ടറിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. The first successful experiment based on the origin of life was done by ആരാണ് ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഒറിജിൻ ഓഫ് ലൈഫിനെ ബേസ് ചെയ്ത്? AI ഒപ്പാരിൻ ആണ്. 1932 അത്. AI ഒപ്പാരിൻ ഇൻ 1932. ഇനി first life is a microbes having the capacity of photosynthesis. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്നത് മൈക്രോബ്സ് ആണ്. ഓർഗാനിസംസ് ആണ് ഉണ്ടായത്. അവർക്ക് they have the capacity of photosynthesis. The basic chemical unit of life എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഇനി അമിനോ ആസിഡ്സ് were first synthesized in a laboratory by, അമിനോ ആസിഡ്സ് ഒരു ലബോറട്ടറിയിൽ ഫസ്റ്റ് സിന്തസൈസ് ചെയ്തത് സ്റ്റാൻലി മില്ലർ ആൻഡ് ഹാരോൾഡ് ഉറേ. സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് ഉറേയുമാണ് അമിനോ ആസിഡ്സ് ആദ്യമായിട്ട് ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തത്. ആൻഡ് സ്റ്റഡി ഓഫ് ലൈഫ് ഇൻ ഔട്ടർ സ്പേസിൽ ലൈഫിനെ പറ്റിയുള്ള സ്റ്റഡി, അതിന് എക്സോബയോളജി എന്ന് പറയും. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. ദ സെൽ ഈസ് സിന്തസൈസ്ഡ് ഓഫ് കെമിക്കൽസ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എക്സെട്ര. ദ സെൽ ഈസ് സിന്തസൈസ്ഡ് ഓഫ് കെമിക്കൽസ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ കൊണ്ടാണ് സെല്ല് രൂപീകരിച്ചിരിക്കുന്നത്. ദ കോമ്പോണൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ മൂന്നും ചേർന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്. ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി
ഫാദർ ഓഫ് മോഡേൺ ബോട്ടണി എന്നറിയപ്പെടുന്നത് കാൾ ലിന്നേയസ് ആണ്. കാൾ ലിന്നേയസ് ആണ് മോഡേൺ ബോട്ടണിയുടെ പിതാവ്, ആധുനിക സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി, ഇന്ത്യൻ ബോട്ടണിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് വില്യം റോസ്ബർഗ് ആണ്. വില്യം റോസ്ബർഗ്. സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ ബോഡി ഓഫ് എ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ഓക്കെ, ഒരു ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ ഷാൻ. ഓക്കെ, അപ്പോൾ ജന്തുകോശം കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ ഷാൻ. ആനിമൽ സെൽ കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. പ്ലാന്റിൻ്റെ ബോഡി ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്നിപ്പോൾ കണ്ടുപിടിച്ചത്, കോശം കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് M.J. Schleiden ആണ്. M.J. Schleiden. The scientist who discovered that new cells are formed by the division of cell. New cells are formed by the division of cells. ഓരോ സെൽസ് വിഭജിച്ച് ഡിവൈഡ് ചെയ്താണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർച്ചോ ആണ് അങ്ങനെ കണ്ടെത്തിയത്. ദ കോമ്പോണൻസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിൻ്റെ കോമ്പോണൻസ് ഏതാണ്? അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീൻസിൻ്റെ കോമ്പോണൻസ്. ന്യൂക്ലിക് ആസിഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹെറിഡിറ്റി. ഹെറിഡിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെല്ലിനെ പറ്റി പറയാം. ദ വേർഡ് സെൽ ഈസ് ഫ്രം ലാറ്റിൻ വേർഡ്. ഓക്കെ, ആ ലാറ്റിൻ വേർഡാണ് സെല്ലുല. സെല്ലുല എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സെല്ല് വന്നിരിക്കുന്നത്. ബയോളജിയിലെ മിക്ക ടേംസും വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ഇനി ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ദെൻ സ്റ്റഡി ഓഫ് സെൽ എന്താണ്? സൈറ്റോളജി. സ്റ്റഡി ഓഫ് ടിഷ്യൂ, സെല്ലിൻ്റെ കളക്ഷനാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ടിഷ്യൂയുടെ സ്റ്റഡിയാണ് ഹിസ്റ്റോളജി. ഓക്കെ, ദെൻ ദ ഫിസിക്കൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഫിസിക്കൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസം. ഫിസിക്കൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം. ദെൻ ഹൂ ഇൻവെൻറ്റഡ് ദ സെൽ. സെല്ല് കണ്ടെത്തിയത്, കോശം കണ്ടെത്തിയത് അല്ലെ ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇൻ 1665 കണ്ടെത്തിയത്. സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് M.J. Schleiden ആൻഡ് തിയോഡർ ഷാൻ ആണ്. M.J. Schleiden പ്ലാന്റ്സിൻ്റെ സെല്ലിൻ്റെ കാര്യവും തിയോഡർ ഷാൻ ആനിമൽസിൻ്റെ സെല്ലിൻ്റെ കാര്യവുമാണ് പറഞ്ഞതെന്ന് മാത്രം. സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് കോർക്ക് സെൽസ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ കോർക്ക് സെല്ല് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റ് ഏതാണ്? റോബർട്ട് ഹുക്കാണ്. അങ്ങനെയാണ് അദ്ദേഹം കോശം കണ്ടുപിടിച്ചത്. പ്ലാന്റ് സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. പക്ഷേ ഇവിടെ ഒരു പ്ലാന്റ് സെൽ കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. അത് പ്ലാന്റ് സെല്ല് കൊണ്ട് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് കൊണ്ടാണെന്ന് കണ്ടെത്തിയത് M.J. Schleiden ആണ്. ദ ടേം പ്രോട്ടോപ്ലാസം വാസ് കോയിൻഡ് ബൈ പ്രോട്ടോപ്ലാസം കൊണ്ടുപോയി T.H. ഹസ്ലി ആണ്. ദെൻ ഇവിടെ ഒരു കുറച്ച് മിക്സ് ആയി പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ദ ലാർജസ്റ്റ് സെല്ല് ഏതാണ് അത് പഠിക്കുക. ലാർജസ്റ്റ് സെല്ല് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മയാണ്, മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO. ഓക്കെ, ദ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്ന് പറയും. അത് മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ സെല്ലെന്ന് പറയുന്നത്. ഓർഗാനിസംസ് നോൺ ആസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഏതാണ്? മൈക്കോപ്ലാസ്മ. ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് സെൽ ഏതാണ്? സ്പേം ആണ്. ലാർജസ്റ്റ് സെല്ല് ഹ്യൂമൻ ബോഡിയിലേത് ഓവമാണ്. ലോങ്ങസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ന്യൂറോൺ. ദെൻ പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ബ്രെയിൻ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ന്യൂക്ലിയസ്. കിച്ചൺ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത്, ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അവിടെയാണ്, ക്ലോറോപ്ലാസ്റ്റ്. എനർജി കറൻസി ഓഫ് ദ സെൽ. എനർജി കറൻസി ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അതാണ് വരുന്നത് എനർജി കറൻസി ഓഫ് ദ സെൽ, അതാണ് ATP. സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ എന്ന് പറയുന്നത് ലൈസോസോം ആണ്. ലൈസോസോം.
ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ഗോൾഗി ബോഡീസ് ആണ് ട്രാഫിക് പോലീസ് ഓഫ് ദ സെൽ. സ്കെൽറ്റൽ സിസ്റ്റം ഓഫ് ദ സെൽ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. സ്കെൽറ്റൽ സിസ്റ്റം ഓഫ് ദ സെൽ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം.